വീണ്ടും വയനാട്ടിലേക്ക് തന്നെ പോകുമ്പോൾ ബേലൂർ മകനെ കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് കടുവയെയും കണ്ടെത്തിയിരിക്കുന്നത്. അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയ അതേ സ്ഥലത്തിനടുത്ത് തന്നെ ആണ് കടുവയെ കണ്ടത്. പള്ളിയിൽ പോയി വരികയായിരുന്ന ഒരു വീട്ടമ്മയുടെ മുന്നിലേക്കായിരുന്നു ഈ കടുവ ചാടി വീണത്. സ്വാഭാവികമായിട്ടും ഞെട്ടിപ്പോകുന്ന ജനത, ആശങ്കയിലാകുന്ന ജനത, ആ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ പടമലയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം, ഇതാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്, അധികൃതർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമെല്ലാം ഉയർത്തുകയാണ്. നമുക്ക് ആദ്യം ആ വീട്ടമ്മ ഈ അനുഭവം, ഞെട്ടിപ്പിക്കുന്ന ഈ അനുഭവം എങ്ങനെയാണ് ന്യൂസ് 8നോട് വിവരിക്കുന്നത് എന്ന വാക്കുകളിലേക്ക് ആദ്യം കടക്കാം. എന്റെ വീട് ഇവിടെ തൊട്ടടുത്താ. റോഡിലോട്ട് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അങ്ങേ വശത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ടു, ഞെരിയുന്ന ഒരു ഒച്ച. ആദ്യം ഞാൻ ഓർത്തു ആനയായിരിക്കും എന്ന്. ആനയാണോ മാനാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു അലർന്ന ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒന്നോടെ കരയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആനയാ. ഭയങ്കര എല്ലാം ഇളക്കി മറിച്ച് വരുന്ന പോലത്തെ ഒരു ഒച്ചയാണ് കേട്ടത്. വേഗം ഞാൻ മേലേക്ക് കയറി കഴിഞ്ഞ് ആ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോണ്ടാ കയറുന്നത്. അവര് കേട്ടോ ഇല്ലോന്ന് എനിക്കറിയില്ല. അന്നേരത്തേക്ക് അത് ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം സൈഡിലോട്ട് മാറി ആ വീട്ടിലെ ചേട്ടനോട് വിളിച്ചു എന്നെ ഒന്ന്, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണുപോയി. പിന്നെ അവരാണ് എന്നെ പിടിച്ച് അങ്ങോട്ട് മേലോട്ട് കയറ്റിയത്. ഞാനങ്ങും അറിയുമല്ല ഇതെന്താ ഇങ്ങനെ പാസ് ചെയ്ത ഒരൊറ്റ പോക്ക. കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് വ്യക്തമാണ്. വീട്ടമ്മ കടുവയെ കണ്ട് പേടിച്ചോടുന്നത് വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. നേരത്തെ നമുക്ക് നൽകിയ ആ പ്രതികരണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭയപ്പെട്ടുപോയി, മറ്റൊരു വീട്ടിലേക്ക് ഓടിക്കേറുകയാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ജീവന് വേണ്ടിയിട്ട് ചകിതരാകുന്ന, ഭയപ്പെടുന്ന ഒരു ജനതയായി മാറേണ്ട അവസ്ഥയിലേക്ക് വയനാട് മാറുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ആ പ്രതിഫലനങ്ങൾ ആ വീട്ടമ്മയുടെ വാക്കുകളിലുണ്ട്. കാട്ടാന ഒരാളെ ചവിട്ടി കൊന്നിട്ട് ദിവസങ്ങളാകുന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെയാണ് കടുവയുടെ സാന്നിധ്യം കൂടി അതേ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വീട്ടമ്മയുടെ നിലവിളി കേട്ട് ഭയപ്പെട്ട് നാട്ടുകാർ ഓടിക്കൂടി. നാട്ടുകാർ എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നുകൂടി കേൾക്കാം നമുക്ക്. ഞാൻ മുറ്റത്ത് നിന്ന് മുറുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഉണ്ട് ഈ ചേച്ചി ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി വരുന്നത്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചേച്ചി എന്ന് കൊണ്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴാണ് കടുവ തൊട്ടു പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ്. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. അപ്പത്തേന് ഈ ചേച്ചി ഇടത്ത് ഭാഗത്തേക്ക് ചാടി ആ കാപ്പിക്കാത്തോടെ കയറിയിട്ട് ഇപ്പുറത്തെ തിണ്ട കയറിയപ്പോഴത്തേ കടുവ, ഞാൻ അലറി കിടന്നുണ്ട്. കൂവിയപ്പോഴത്തേനും കടുവ എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ കയറി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് തൊട്ട് പറമ്പിലേക്ക് കയറുപോയത്. എങ്ങനെ വലിയ വലിപ്പമുള്ള കടുവയാ. ഈ പൊക്കമുണ്ട്, ഒരു നല്ല നീളമുണ്ട്, ഭയങ്കര നീളമുണ്ട്. അതിന് വാലിന് തന്നെ ഉണ്ട് ഈ നീളമുണ്ട്. രാത്രി പലതവണ ഈ കടുവയുടെ അലർച്ച കേട്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതാദ്യമായിട്ടല്ല, മുൻപും ഈ പ്രദേശത്ത് കടുവ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ടുള്ള ആശങ്കയും പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അതിലേക്ക് കൂടി നമ്മുടെ കേരളത്തിലെ വനം വകുപ്പിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് കണ്ടത്. ഈ വനം വകുപ്പിലെ സ്റ്റാഫ് സ്വന്തം ജീവൻ പണയം വെച്ച് പോകുന്നതിന് ഒരു ഉദാഹരണം കണ്ടത്. 4 ഫോറസ്റ്റ് സ്റ്റാഫ് ഇവിടെ വന്ന് അതിനെ ഓടിക്കാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പോയ അവരുടെ കയ്യിൽ വെറും ഒരു ബോക്സ് ഗുണ്ട്. ഇവരുടെ ജീവൻ എന്ത് വിലയുള്ളത്? ഞങ്ങളുടെ ജീവൻ, ഞങ്ങൾ ഹോമിക്കപ്പെട്ടാണ് ഞങ്ങളുടെ ജീവൻ. ഇപ്പൊ ആ പോയ കടുവ തിരിച്ചങ്ങനെ വന്ന ഈ ഫോറസ്റ്റുകാർ എന്ത് ചെയ്യും? 4 പേരിൽ ഒരാളെ കൊണ്ട് കടുവ പോവും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർ നിർബന്ധിതരാവുകയാണ്. അതായത് ഇത്രയും ദുരവസ്ഥയിലും ജോലി ചെയ്യാനും നാടിനെ സംരക്ഷിക്കാൻ അവർ നിർബന്ധിതരാവുക. ഇവരുടെ കയ്യിലുള്ള 2 പടക്കവും ഇവരുടെ കയ്യിലുള്ള ചെറിയൊരു കുറുവടിയും മാത്രമാണ് ഇവർക്ക് ആകപ്പാടുള്ളത്. ഒരു ആനയെ വന്നാലോ കടുവ വന്നാലോ തുരത്താനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇതിനു വേണ്ടിയിട്ട് സജീവമായിട്ട് ഇറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് വയലിലെ വിളകളൊക്കെ ആവുന്ന സമയത്ത് കാവല് കിടന്നിട്ടാണ് നെല്ല് വരെ ഇവിടെ കൊയ്തെടുക്കുന്നത്. ഉടനെ സ്ഥലത്തെത്തിയ വനം വകുപ്പ് കാൽപ്പാടുകൾ പരിശോധിച്ചു. അത് പിന്തുടർന്ന് വനത്തിനുള്ളിലേക്ക് കടന്നു. വന്യമൃഗങ്ങളിലെ നാട്ടിലിറങ്ങുന്ന ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ദുഷ്കരമായിട്ടുണ്ട്. കൂടാതെ നിത്യ ജോലി ചെയ്യുന്നവർക്കും കൂലിപ്പണിയർക്കും തോട്ടം മേഖല ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാം. ബന്ധപ്പെട്ട അധികാരികൾ ആദ്യം പ്രഖ്യാപിക്കുന്നത് 144, പിന്നെ ജനജീവിതം സംഭവിച്ചല്ലോ. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അവർക്കെല്ലാ ജീവിത സാഹചര്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടും. ബന്ധപ്പെട്ട കർഷകർക്ക് ഒന്നുമില്ല. ആനഭീതിയിലിരിക്കും, പുറത്തിറങ്ങാൻ പേടിയാ. വിറക് പറക്കാൻ പോലും ഞാൻ പറമ്പിലേക്ക് പോകുന്നില്ല. ഇങ്ങനത്തെ കൂടുതൽ കത്തിക്കുന്നത് ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന പറമ്പിൽ കയറി പോകരുതെന്നാ പറഞ്ഞേക്കുന്നത്. അത് കാരണം ഞാൻ പോക്കൂല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയില്ല ഇപ്പൊ ഈ നാട്ടില്.
യാതൊരു വിധത്തിലുള്ള സുരക്ഷയില്ല. ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ ഇവിടെ മിക്കവാറും ആൾക്കാർ പശു കർഷകരാണ്. രാവിലെ പാലളക്കാൻ പോകുന്നവരുണ്ട്, ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ആൾ ജീവിക്കേണ്ട ആളുകൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പശു കറന്ന് ഈ ഉപജീവന മാർഗം കഴിയുന്നു ജീവിക്കണമല്ലോ. മറ്റുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ സർക്കാരുകൾ എന്ത് ചെയ്യണം? അവർക്കെല്ലാം മാന്യമായ ശമ്പളം, ജീവിക്കാനുള്ള വേതനം കിട്ടുന്നുണ്ട്. ഇപ്പം ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവാതെ ഞങ്ങളെ തന്നെ ഭിന്നിപ്പിച്ച്, ഞങ്ങൾ കോൺഗ്രസ്സുകാർ, മാർക്സിസ്റ്റുകാർ, BJP-കാരായിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചിട്ടാണ് ഇവർ ഭരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പിന്നെ ഇവര് ഈ ഭരണകൂടങ്ങളൊന്നുമല്ല. ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ. ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തൊരു മാർഗം കാണിച്ചു തരണ്ടേ? ആൾക്കാർ മുന്നോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം. ഇതിപ്പോൾ ഫോറസ്റ്റുകാർ വരുന്നില്ല, പാർട്ടിക്കാർ വരുന്നുണ്ട്, അവർ പറ്റുന്ന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ അനാശ? ഇത് നമുക്ക് ജീവിക്കേണ്ടത്. വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് ജനങ്ങൾ കടക്കുന്നു. കാട്ടാന വിഷയം പരിഹരിക്കുന്നതിന് മുൻപ് തന്നെ കടുവ സാന്നിധ്യം കൂടിയായതോടെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ആരാണ് ഉത്തരം പറയേണ്ടി വരിക?